ഹലോ ഗായ്സ്, അപ്പോൾ രാത്രിയായിട്ടോ. മാളൂട്ടിക്ക് ഇന്ന് ട്യൂഷൻ 4 മണിക്കായിരുന്നു. അപ്പോൾ ഞാൻ അവളെ കൂട്ടാൻ പോവാട്ടോ. കുറച്ച് ഒരു അരമണിക്കൂർ നടക്കണ്ട, ഒരു 15-20 മിനിറ്റ് നടക്കണം. അപ്പം ടൗണിലേക്കാട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല ഇരുട്ടാണ്, എന്നാലും പഴയ വെട്ടമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇപ്പം എന്നും ട്യൂഷൻ 4 മണിക്കാട്ടോ. നല്ല വെട്ടമൊക്കെ ഉണ്ട്, വഴിയിൽ നല്ല ആൾക്കാരുണ്ട്. അതൊന്നും വലിയതായിട്ട് പേടിക്കൊന്നും വേണ്ട, എനിക്ക് പേടിയൊന്നുമില്ല. അങ്ങനെ ചെറിയൊരു ധൈര്യം ഉണ്ട്, അങ്ങനെ അങ്ങ് പോണു. നേരത്തെ ഒരു വലിയ പേടിയൊന്നും ഇല്ലാത്ത കൂട്ടത്തിലാണ് ഞാൻ. തനിച്ച് അങ്ങനെ പോയിട്ടുള്ളത് കൊണ്ട് എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. അപ്പോൾ പോകുമ്പോൾ അങ്ങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നടക്കണം. ട്യൂഷൻ ടീച്ചർ വിളിച്ചായിരുന്നു. ട്യൂഷൻ ടീച്ചർ വിളിച്ച കഴിയുമ്പോഴാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങാറ്. ഇവിടെ എത്തുമ്പോൾ കുറച്ച് ഇരുട്ടാട്ടോ, എന്നാലും കുറച്ച് വെളിച്ചമുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ ശബ്ദങ്ങളൊക്കെ കേൾക്കട്ടോ. വീടിൻ്റെ നല്ല ശബ്ദം കേൾക്കാം. പിന്നെന്താ, വണ്ടി വഴി ആയതുകൊണ്ട് ചേട്ടായി ഇന്ന് ജോലി കഴിഞ്ഞെത്താൻ കുറച്ച് ലേറ്റാകും. എറണാകുളത്താണ് പണി, വൈറ്റിലയിൽ. അപ്പോൾ വിളിച്ചു പറഞ്ഞു ഒരു 12 മണിയൊക്കെ ആവുന്നു. അതുകൊണ്ട് ഈയിടെയായിട്ട് ചേട്ടായിക്ക് തിരക്കാണ്. അങ്ങനെ മെയിൻ റോട്ടിലെത്തി കേട്ടോ. മെയിൻ റോട്ടിലെത്തിയപ്പോൾ നല്ല വെട്ടമുണ്ട് കേട്ടോ. കാരണം ഇതാണ് കവീസ്, നമ്മുടെ കഫേ കേട്ടോ. കഫേയുടെ ഫ്രണ്ടിലെത്തി, കവീസ് കഫേയുടെ ഫ്രണ്ടിലെത്തി. അത് കഴിഞ്ഞതാ മെയിൻ റോഡിലേക്ക് ഇറങ്ങി. അപ്പം നമ്മുടെ ട്യൂഷൻ സെൻറ്ററിൻ്റെ വാതിക്കലോട്ട്, സെൻറ്ററല്ല കേട്ടോ, കാരണം ഒരു വീടാണ്, ചേച്ചി പഠിപ്പിക്കുന്നതാണ് കേട്ടോ. വർഷങ്ങളായി പഠിപ്പിക്കുന്ന കേട്ടോ. അപ്പം മാളൂട്ടിയുടെ അടുത്തെത്തി. അങ്ങനെ അവിടെ ചെന്നപ്പം മാളൂട്ടിൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. ഒരു 7:30 അപ്പോൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ ആ കവീസിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ മാളൂന് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പം അവർക്ക് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ എപ്പോഴും ഒന്നും അങ്ങനെ വാങ്ങിക്കൊടുക്കാറില്ല, എന്നാലും ഞങ്ങൾ ഇപ്പം പഴയതിലും കുറച്ചും കൂടെ ഒരു ബെറ്ററായിട്ടുണ്ട്. കാരണം വെളിയിൽ നിന്ന് അങ്ങനെ ഒന്നും വാങ്ങിക്കഴിക്കും. ചേട്ടായി കൂടെയൊക്കെ ഉള്ളപ്പോൾ വാങ്ങിക്കഴിക്കും. പിന്നെ ഞങ്ങൾ പാഴ്സൽ വാങ്ങിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പം ഇടയ്ക്ക് പുറത്ത് പോകുമ്പം അങ്ങനെ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് ഞാൻ മസാല ദോശയും അവൾക്ക് പൊടിയിഡലി, അത് ഗീയുടെ പൊടിയിഡലി മതിയെന്ന് പറഞ്ഞുകൊണ്ട് അത് അവൾക്ക് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അവൾക്ക് എന്താ സ്ട്രോബെറിയുടെ ജ്യൂസ് വേണമെന്ന് പറഞ്ഞു, അത് വാങ്ങിക്കൊടുത്തു. അങ്ങനെ അവൾ സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വീട്ടിലേക്ക് പോന്നു. ഞങ്ങൾ വഴി കൂടെ നിറച്ച് വണ്ടിയുണ്ട് കേട്ടോ. നല്ല ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പതുക്കെ ഇങ്ങ് പോരുവാണ്. ചേട്ടായി പോകുന്നിട്ടില്ല അവിടെ നിന്ന്. അപ്പോൾ ഞങ്ങളുടെ ഈ മിനി വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇത്രയുള്ള വീഡിയോ.